ഞാൻ യാത്ര ചെയ്യുന്നത് എൻജോയ് ചെയ്യുന്നു. ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ എൻജോയ് ട്രാവൽ. അങ്ങനെ പറഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നുന്നില്ലേ? എൻജോയ് ആൻഡ് ട്രാവൽ രണ്ട് വേർബ്സ് അടുത്തടുത്ത് വന്നു ഇല്ലേ? അപ്പോൾ അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഐ എൻജോയ് ട്രാവലിംഗ് എന്ന് പറയണം. രണ്ടാമത്തെ വേർബ് ട്രാവൽ എന്നതിനെ നമ്മൾ ING ഫോം ചേർത്ത് ട്രാവലിംഗ് എന്നാക്കി മാറ്റി. അപ്പോൾ ആ സെൻറ്റൻസ് കറക്റ്റായി. ഐ എൻജോയ് ട്രാവലിംഗ്. ഇനി വേറൊരു സെൻറ്റൻസ് പറയട്ടെ. എനിക്ക് പഠിക്കേണ്ട ആവശ്യം ഉണ്ട്. ഐ നീഡ് സ്റ്റഡി. അവിടെയും മിസ്റ്റേക്ക് ഉണ്ട്. നീഡ് ആൻഡ് സ്റ്റഡി രണ്ട് വേർബ്സ് ഒരുമിച്ച് വന്നു. അവിടെയും സെക്കൻഡ് വേർബ് ആയ സ്റ്റഡി എന്നതിനെ നമുക്ക് ചേഞ്ച് വരുത്തണം. അവിടെ പക്ഷേ ING ഫോം ചേർത്താൽ പറ്റില്ല. ടു സ്റ്റഡി ഇൻഫിനിറ്റീവ് ഫോം. സ്റ്റഡി എന്നതിനെ ടു സ്റ്റഡി എന്നാക്കി മാറ്റുക. ഐ നീഡ് ടു സ്റ്റഡി എന്നായപ്പോൾ സെൻറ്റൻസ് കറക്റ്റായി. ഇപ്പോൾ നോക്കൂ, രണ്ട് സെൻറ്റൻസ് പറഞ്ഞില്ലേ? ഐ എൻജോയ് ട്രാവലിംഗ്, ഐ നീഡ് ടു സ്റ്റഡി. ഇവിടെ രണ്ട് സെൻറ്റൻസിലും രണ്ടാമത്തെ വേർബാണ് ചേഞ്ച് ചെയ്തത്. പക്ഷേ രണ്ടും ഒരുപോലെ അല്ല ചേഞ്ച് ചെയ്തത്. ഒരു വേർബിൻ്റെ കൂടെ സെക്കൻഡ് വേർബിൻ്റെ കൂടെ ING ചേർത്തു. പക്ഷേ സെക്കൻഡ് സെൻറ്റൻസിൽ സ്റ്റഡി എന്ന സെക്കൻഡ് വേർബിനെ ടു സ്റ്റഡി ഇൻഫിനിറ്റീവ് ഫോമിലേക്ക് മാറ്റി. അപ്പോൾ ഒരു വേർബിലാണെങ്കിൽ ING ഫോം ചേർത്തു. പക്ഷേ സെക്കൻഡ് സെൻറ്റൻസിൽ സ്റ്റഡി എന്നതിനെ ടു സ്റ്റഡി എന്നാക്കി മാറ്റി. അപ്പോൾ അങ്ങനെ മാറ്റിയപ്പോഴാണ് സെൻറ്റൻസ് കറക്റ്റായത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് അറിയുക? ING ഫോം ചേർക്കണോ അതല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് ചേർക്കണോ എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കും? ഫസ്റ്റ് വേർബാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വേർബ് എന്താണെന്ന് ആദ്യം നോക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ ഉപയോഗിച്ചത് എൻജോയ് എന്നാണ്. എൻജോയ് എന്ന വേർബാണെങ്കിൽ പിന്നീട് വരുന്ന വേർബിൻ്റെ കൂടെ നമ്മൾ ING ഫോം ചേർക്കണം. പക്ഷേ നീഡ് ആവുമ്പോൾ അങ്ങനെ പിന്നീട് വരുന്ന വേർബിൻ്റെ ഒപ്പം ING ഫോം ചേർത്താൽ സെൻറ്റൻസ് കറക്റ്റ് ആവില്ല. അപ്പോൾ അതൊക്കെ അറിയുക എന്നതാണ് ഇന്നത്തെ ഈ ലെസൻ്റെ ഉദ്ദേശം. നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേർബ് അനുസരിച്ചാണ് നമ്മൾ ING ഫോം ആണോ ചേർക്കേണ്ടത് സെക്കൻഡ് വേർബിൽ, അതല്ലെങ്കിൽ സെക്കൻഡ് വേർബിനെ ടു ഇൻഫിനിറ്റീവ് ഫോമിലേക്ക് മാറ്റുകയാണോ വേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഫസ്റ്റ് വേർബാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. സം വേർബ്സ് ആർ ഓൾവേസ് ഫോളോഡ് ബൈ ജെറൻസ്. ജെറൻസ് എന്നാൽ വേർബൽ നൗൺ. വേർബിനോട് കൂടി ING ഫോം ചേർക്കുന്ന ആ ഒരു ഫോമിനെയാണ് ജെറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചില വേർബ് കഴിഞ്ഞു വരുന്നത് എപ്പോഴും ജെറണ്ട് തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ഒരു വേർബാണ് എൻജോയ്. ഐ എൻജോയ് ട്രാവലിംഗ്. എൻജോയ് കഴിഞ്ഞിട്ട് ട്രാവലിംഗ്. മൈ മോം എൻജോയ്സ് കുക്കിംഗ്. എൻ്റെ മോം കുക്കിംഗ് എൻജോയ് ചെയ്യുന്നു. കുക്കിംഗ്. മൈ ഫ്രണ്ട്സ് എൻജോയ് ഡാൻസിങ്. എൻ്റെ ഫ്രണ്ട്സ് ഡാൻസിങ് എൻജോയ് ചെയ്യുന്നു. ഡാൻസിങ്. അപ്പോൾ എൻജോയ് കഴിഞ്ഞിട്ട് ING ഫോമാണ് വന്നിരിക്കുന്നതെല്ലാം. ഇനി വേറെ ചില വെർബുകൾ ഉണ്ട്. അതുപോലെ തന്നെ ജെറണ്ടാണ് ഫോളോ ചെയ്ത് വരിക. ഫോർ എക്സാമ്പിൾ അവോയ്ഡ് ഒഴിവാക്കുക, കൺസിഡർ പരിഗണിക്കുക, ഇമാജിൻ സങ്കല്പിക്കുക, ഫാൻസി മോഹിക്കുക എന്ന് പറയില്ലേ, അതിയായി ആഗ്രഹിക്കുക. ഇതൊക്കെ ഈ വേർബ്സ് ഒക്കെയാണ് ഫസ്റ്റ് വേർബായിട്ട് വരുന്നതെങ്കിൽ സെക്കൻഡ് വേർബിനോട് കൂടി ING ഫോം ചേർത്തിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ജെറണ്ട് ഫോമിലാണ് ഉപയോഗിക്കേണ്ടത്. സെലിബ്രിറ്റീസ് അവോയ്ഡ് പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. സെലിബ്രിറ്റീസ് ഒക്കെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യുന്നത്? അപ്പോൾ അവോയ്ഡ് ആൻസറിങ്. അവോയ്ഡ് ആൻസറിങ്. ആൻസർ പ്ലസ് ING. അവിടെ ജെറണ്ട് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാവ് യു എവർ കൺസിഡേർഡ് ചേഞ്ചിങ് യുവർ ഹെയർ സ്റ്റൈൽ? ഹാവ് യു എവർ കൺസിഡേർഡ് ചേഞ്ചിങ് യുവർ ഹെയർ സ്റ്റൈൽ? നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ മാറ്റുന്നതിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന ഒരർത്ഥമാണ് അവിടെ കൺസിഡർ എന്നതിന്. അപ്പോൾ കൺസിഡർ എന്ന ഒരു വേർബ് കഴിഞ്ഞിട്ട് വന്നത് changing. Can you imagine being rich and living a high life? Can you imagine? ഇമാജിൻ ചെയ്യുക, സങ്കല്പിച്ചിട്ടുണ്ടോ ഒരു റിച്ച് ആവുന്നതിനെ പറ്റിയും ഒരു ഹൈ ലൈഫ് ഉണ്ടാവുന്നതിനെ പറ്റിയും അങ്ങനെ ജീവിക്കുന്നതിനെ പറ്റിയും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അവിടെ മീനിങ്. ഹാവ് യു എവർ ഇമാജിൻ. ഇമാജിൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന വേർബ് ബീയിങ്. അതുപോലെ തന്നെ ലിവിങ് ING ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൺ കോൾഡ് ആൻഡ് റെയിനി ഡേയ്സ് ഐ ഫാൻസി റീഡിംഗ് മിസ്റ്ററി ബുക്സ്. റീഡിംഗ്. ഐ ഫാൻസി റീഡിംഗ് മിസ്റ്ററി ബുക്സ്. ഫാൻസി എന്ന വേർബ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നത് റീഡിംഗ്. അപ്പോൾ ജെറണ്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചില വേർബുകളാണ് ഫസ്റ്റ് വേർബായിട്ട് വരുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ജെറണ്ടാണ്. അവിടെ ടു ഇൻഫിനിറ്റി ഒന്നും പറ്റില്ല. ഇനി ചില വേർബുകളുണ്ട്, അത് ഫോളോ ചെയ്ത് വരുന്നത് ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും. സം വേർബ്സ് ആർ
ഓൾവേസ് ഫോളോഡ് ബൈ ടു ഇൻഫിനിറ്റീവ്. അതിലൊന്നാണ് നീഡ്. ഐ നീഡ് ടു സ്റ്റഡി. ടു സ്റ്റഡി ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചത്, സ്റ്റഡിയിങ് എന്നല്ല. ഐ നീഡ് ടു സ്റ്റഡി. മൈ ഫ്രണ്ട്സ് നീഡ് ടു വർക്ക്. നീഡ് ടു വർക്ക്. അതുപോലെ തന്നെ നീഡ് എന്ന ഒരു വേർബ് പോലെ തന്നെ ആണ് വാണ്ട്, ഡിസൈഡ്, ഡിസേർവ്, ലേൺ ഒക്കെ. ഇത്തരം വേർബ്സ് ആണെങ്കിലും അത് ഫോളോ ചെയ്തിട്ട് ഇൻഫിനിറ്റീവ് ആയിരിക്കും വരുന്നത്. ഐ വാണ്ട് ടു ഗോ ദർ. ഐ വാണ്ട് ടു ഗോ ദർ. വാണ്ട് എന്ന ഒരു വേർബ് വന്നു, അത് കഴിഞ്ഞിട്ട് ടു ഗോ. ഐ ഡിസൈഡഡ് ടു ഗിവ് ഹിം സം മണി. ഐ ഡിസൈഡഡ് ടു ഗീവ്. ഡിസൈഡ് എന്ന വേർബ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ടു ഗീവ് ഇൻഫിനിറ്റീവ് ആണ്. യു ഡിസേർവ് ടു ബി ഹാപ്പി. നിങ്ങൾ സന്തോഷമായിരിക്കാൻ ഒരു അർഹതയുള്ള ആളാണ് എന്ന അർത്ഥത്തിലാണ് അത് പറയുന്നത്. യു ഡിസേർവ് ടു ബി ഹാപ്പി. അപ്പോൾ ഡിസേർവ് കഴിഞ്ഞിട്ട് ടു ബി. ഐ ആം ലേണിംഗ് ടു ഡു ദിസ് വർക്ക്. ഞാൻ ഈ വർക്ക് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ലേണിംഗ് ടു ഡു ദിസ് വർക്ക്. ഇവിടെ ലേണിംഗ് ആ ഒരു വേർബ് കഴിഞ്ഞിട്ട് ടു ഡു, ലേണിംഗ് ടു ഡു. ഇപ്പോൾ നമ്മൾ ചില വേർബ്സ് നോക്കിക്കഴിഞ്ഞു. ചില വേർബ്സൊക്കെ ഫോളോ ചെയ്തിട്ട് ജെറണ്ട് മാത്രമേ വരികയുള്ളൂ. അതേസമയം ചില വേർബ്സ് ഫോളോ ചെയ്തിട്ട് ടു ഇൻഫിനിറ്റീവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലായി അല്ലേ? പക്ഷേ ചില വേർബ്സ് ഉണ്ട്, ദേ ക്യാൻ ബി ഫോളോഡ് ബൈ ബോത്ത് ജെറണ്ട്സ് ആൻഡ് ഇൻഫിനിറ്റീവ്. ജെറണ്ട്സ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. അത്തരം ചില വേർബ്സും ഉണ്ട്. അതിൽ മീനിങ്ങിൽ അങ്ങനെ ഏത് ഉപയോഗിച്ചാലും മീനിങ്ങിൽ ഒരു വ്യത്യാസവും വരില്ല. അതിലൊന്നാണ് ലവ്. ഐ ലവ് ട്രാവലിംഗ്. ഞാൻ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നു. ഐ ലവ് ടു ട്രാവൽ അങ്ങനെയും പറയാം. അത് രണ്ടും കറക്റ്റാണ്. രണ്ട് തരത്തിലും നമുക്ക് ഉപയോഗിക്കാം. ജെറണ്ട്സ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഐ ഹേറ്റ്. ഹേറ്റ് എന്ന ഒരു വെർബ്. ഐ ഹേറ്റ് സ്റ്റഡിയിങ്. ഐ ഹേറ്റ് ടു സ്റ്റഡി. രണ്ടും ഉപയോഗിക്കാം. ഐ ഹേറ്റ് സ്റ്റഡിയിങ് എന്ന് പറയുമ്പോൾ സ്റ്റഡിയിങ് എന്നത് ജെറണ്ട് ഉപയോഗിച്ചു. പിന്നെ ഐ ഹേറ്റ് ടു സ്റ്റഡി എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു. അപ്പോൾ രണ്ടും ഉപയോഗിക്കാം. ഐ ഡിസ്ലൈക്ക് ക്ലീനിങ്. ഐ ഡിസ്ലൈക്ക് ടു ക്ലീൻ. രണ്ടും ഉപയോഗിച്ചു. ക്ലീനിങ് ഉപയോഗിച്ചു, ടു ക്ലീൻ ഉപയോഗിച്ചു. പക്ഷേ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം എംഫസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജെറണ്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ എംഫസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രിഫറൻസസ് ആണ്. സ്പെസിഫിക് ആയിട്ടുള്ള ചില പ്രിഫറൻസസ് എബൌട്ട് ദാറ്റ് ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഐ ലവ് ട്രാവലിംഗ് എന്ന് പറഞ്ഞു. ഐ ലവ് ട്രാവലിംഗ് നമ്മൾ ജെറണ്ടാണ് ഉപയോഗിച്ചത്. അതിനർത്ഥം എനിക്ക് ട്രാവലിംഗ് ഇഷ്ടമാണ്. അത് ജനറലായിട്ടുള്ളൊരു കാര്യമാണ്. യാത്ര ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്നാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നു അത്. അതേസമയം ഐ ലവ് ടു ട്രാവൽ ഇൻ വിൻ്റർ. നോക്കൂ, വളരെ സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്. വിൻ്റർ സീസണിൽ ട്രാവൽ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ് എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. വിൻ്റർ സീസണിൽ ട്രാവൽ ചെയ്യുന്നത് എനിക്കിഷ്ടമാണ്. അത് മറ്റുള്ള സീസൺസിലൊക്കെ ഇഷ്ടമാകണമെന്നില്ല. അതാണ് ഐ ലവ് ടു ട്രാവൽ ഇൻ വിൻ്റർ. ഐ ലവ് ട്രാവലിംഗ്. ഐ ഹേറ്റ് സ്റ്റഡിയിങ്. അത് വളരെ ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റഡിയിങ് എന്നൊരു കാര്യം എനിക്ക് ഇഷ്ടമല്ല. ഐ ഹേറ്റ്. പക്ഷേ ഐ ഹേറ്റ് ടു സ്റ്റഡി ദ ഡേ ബിഫോർ ദി എക്സാം. ഐ ഹേറ്റ് ടു സ്റ്റഡി. അവിടെ ടു സ്റ്റഡി ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു. അതിന് കാരണം എന്താ? ഒരു പ്രത്യേക ദിവസം, ആ ദിവസം പഠിക്കാൻ എനിക്കിഷ്ടമല്ല, ഞാൻ വെറുക്കുന്നു എന്നാണ് പറയുന്നത്. ഐ ഹേറ്റ് ടു സ്റ്റഡി ദ ഡേ ബിഫോർ ദി എക്സാം. ഈ ഡേ ബിഫോർ ദി എക്സാം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും വല്ലാത്ത ടെൻസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ ഐ നോ നത്തിങ്, ഐ ആം ടെൻസ്ഡ്, ഐ ആം സ്ട്രെസ്ഡ് എന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ആവും നമുക്ക്. ഐ ഹാവ് നോ ടൈം. ഇതൊക്കെ നമുക്ക് ഡേ ബിഫോർ ദി എക്സാം തോന്നുന്ന ചില കാര്യങ്ങളാണ് അല്ലേ? അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഐ ഹേറ്റ് ടു സ്റ്റഡി ദ ഡേ ബിഫോർ ദി എക്സാം. അപ്പോൾ ആ ഒരു ദിവസം മാത്രമാണ് പഠിക്കാൻ ഇഷ്ടമില്ലാത്തത്. പഠിക്കുക എന്ന ഒരു കാര്യം വെറുക്കുന്നത് ആ ഒരു ദിവസത്തെ കാര്യം മാത്രമാണ്, വേറെ ദിവസങ്ങളിലൊന്നും അല്ല. അപ്പോൾ അവിടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഹേറ്റ് ടു സ്റ്റഡി ദ ഡേ ബിഫോർ ദി എക്സാം. പക്ഷേ ഐ ഹേറ്റ് സ്റ്റഡിയിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കൽ ഇഷ്ടമില്ല എന്നുള്ളൊരു കാര്യമാണ് ജനറൽ ആയിട്ടുള്ളത്. ഐ ലൈക്ക് സ്ലീപ്പിംഗ്. ഐ ലൈക്ക് ടു സ്ലീപ്പ് ഇൻ ദ ആഫ്റ്റർനൂൺ. ഐ ലൈക്ക് സ്ലീപ്പിംഗ്. ഐ ലൈക്ക് ടു സ്ലീപ്പ് ഇൻ ദി ആഫ്റ്റർനൂൺ. ഐ ലൈക്ക് സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് ഉറങ്ങുക എന്ന ഒരു ആക്ടിവിറ്റി എനിക്ക് ഇഷ്ടമാണ്. അത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്, അതെനിക്ക് ഇഷ്ടമാണ്. സ്ലീപ്പിംഗ് ഗിവ്സ് മീ പ്ലഷർ. അതേസമയം ഐ ലൈക്ക് ടു സ്ലീപ്പ് ഇൻ ദി ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ ആഫ്റ്റർനൂണിൽ ഉറങ്ങുന്നത് എനിക്കിഷ്ടമാണ് എന്നാണ്. അതല്ലെങ്കിൽ
വേറെ ഏതെങ്കിലും സമയത്ത് ഒരു മോർണിംഗ് ടൈമിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്ത് ഉറങ്ങുന്നത് എനിക്ക് ഇഷ്ടമാണ് എന്ന് അതിനർത്ഥമില്ല. ഐ ലൈക്ക് ടു സ്ലീപ്പ് ഇൻ ദി ആഫ്റ്റർനൂൺ. ഇനി വേറൊരു വെർബാണ് ഡിസ്ലൈക്ക്. ഐ ഡിസ്ലൈക്ക് ക്ലീനിങ്. ഐ ഡിസ്ലൈക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലീനിങ് ഇഷ്ടമല്ല. അത് ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. ഐ ഡിസ്ലൈക്ക് ടു ക്ലീൻ ഓൺ ഹോട്ട് ഡേയ്സ്. ഹോട്ടായിട്ട് ചൂടുള്ള ആ ഒരു ദിവസങ്ങളിലൊക്കെ ക്ലീൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ നമ്മൾ ഐ ഡിസ്ലൈക്ക് ടു ക്ലീൻ എന്നാണ് ഉപയോഗിച്ചത്. അതേസമയം ആദ്യം പറഞ്ഞ സെൻറ്റൻസിൽ ഐ ഡിസ്ലൈക്ക് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങേ എനിക്ക് ഇഷ്ടമല്ല എന്നായി. അപ്പോൾ നമ്മളിവിടെ ചില വേർബ്സ് കണ്ടു. അവിടെ ജെറൻസ് ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ചില വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് മാത്രം. ഇനി നമ്മൾ വേറെ ചില വേർബ്സിനെ പരിചയപ്പെടാൻ പോകുന്നു. ഈ വേർബ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജെറൻസ് ഉപയോഗിക്കാം, ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം. പക്ഷേ ടോട്ടൽ ചേഞ്ച് ഇൻ മീനിങ് ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ്? അത്തരത്തിലുള്ള ചില വേർബ്സ് ആണ് സ്റ്റോപ്പ്, ഫോർഗെറ്റ്, റിമെമ്പർ ആൻഡ് റിഗ്രറ്റ്. അപ്പം ഇത്തരം വേർബ്സിൻ്റെ ഒപ്പം നമുക്ക് ജെറണ്ടും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. പക്ഷേ മീനിങ് ആകെ മാറും. സ്റ്റോപ്പ് ഡ്രിങ്കിങ് കോഫി എന്ന് പറഞ്ഞാൽ അത് സെൻറ്റൻസ് കറക്റ്റാണ്. സ്റ്റോപ്പ് ടു ഡ്രിങ്ക് കോഫി എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കറക്റ്റ് തന്നെ. പക്ഷേ എന്താ അത് തമ്മിലുള്ള ഒരു വ്യത്യാസം? സ്റ്റോപ്പ് ഡ്രിങ്കിങ് കോഫി എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ജെറണ്ടാണ് ഉപയോഗിച്ചത്. ഇത് സാധാരണയായിട്ട് ഒരു അഡിക്ഷനൊക്കെ ഉള്ള ആളുകളോടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. ഒരു കാര്യം സ്റ്റോപ്പ് സ്മോക്കിംഗ് എന്ന് പറയില്ലേ, സ്മോക്കിംഗ് നിർത്തൂ എന്നാണ്. സ്റ്റോപ്പ് ഡ്രിങ്കിങ് കോഫി, കോഫി കുടിക്കൽ നിർത്തൂ. അതേസമയം സ്റ്റോപ്പ് ടു ഡ്രിങ്ക് കോഫി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വേറൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അയാളോട് ആ ഒരു ആക്ടിവിറ്റി ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് കാപ്പി കുടിക്കൂ എന്നാണ് പറയുന്നത്. സ്റ്റോപ്പ് ടു ഡ്രിങ്ക് കോഫി. അത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തിരുന്ന ആ ഒരു ആക്ടിവിറ്റി തുടർന്ന് പോകാം. അതാണ് യു മസ്റ്റ് സ്റ്റോപ്പ് ഈറ്റിംഗ് സോ മച്ച് ജങ്ക് ഫുഡ്. ജങ്ക് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം. യു ഷുഡ് സ്റ്റോപ്പ് ഈറ്റിംഗ്. ജെറണ്ട് ഉപയോഗിച്ചു. ഓൺ മൈ വേ ഹോം ഐ നീഡ് ടു സ്റ്റോപ്പ് ടു ബൈ സം മിൽക്ക്. ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ എനിക്ക് എന്ത് ചെയ്യണം? ഐ നീഡ് ടു സ്റ്റോപ്പ് ടു ബൈ സം മിൽക്ക്. സ്റ്റോപ്പ് ചെയ്യുന്ന എന്തിനാണ്? മിൽക്ക് വാങ്ങാൻ. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകൽ, അത് തുടർന്ന് പോകാം. വീട്ടിലേക്ക് അത് കഴിഞ്ഞിട്ട് പോകാം. അത് സ്റ്റോപ്പ് ചെയ്യുന്നത് സ്റ്റോപ്പ് ടു ബൈ സം മിൽക്കാണ്. ഇപ്പോൾ കാർ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്തിട്ട് മിൽക്ക് വാങ്ങി പിന്നെയും ഡ്രൈവിംഗ് തുടർന്നു. ഓൺ മൈ വേ ഹോം ഐ നീഡ് ടു സ്റ്റോപ്പ് ടു ബൈ സം മിൽക്ക്. വെൻ ഐ ഗോ റണ്ണിങ് ഐ ഓൾവേസ് സ്റ്റോപ്പ് ടു ബ്രീത്ത് ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് സമയം ഒന്ന് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. ഐ നീഡ് ടു സ്റ്റോപ്പ് ടു ബ്രീത്ത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് തുടർന്നു. ഇനി അടുത്ത വേർബ് റിമെമ്പർ. റിമെമ്പർ എന്നാൽ ഓർക്കുക. നമ്മൾ ഓർക്കുക എന്ന് പറയുന്ന ഒരു പാസ്റ്റ് ആക്ഷനെ പറ്റി ഓർക്കുക. ഐ റിമെമ്പർ ടീച്ചിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ റിമെമ്പർ ടീച്ചിങ്. റിമെമ്പർ കഴിഞ്ഞിട്ട് ജെറണ്ടാണ് ഉപയോഗിച്ചത്. ഐ റിമെമ്പർ ടീച്ചിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്. അതായത് ആദ്യമായിട്ട് ഞാൻ പഠിപ്പിച്ചത്, ആ പഠിപ്പിക്കൽ, ആ ടീച്ചിങ് ഞാൻ ഓർക്കുന്നു. ഇനി റിമെമ്പർ കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ റിമെമ്പർ ടു വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. റിമെമ്പർ ടു വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ്. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കൈ കഴുകാൻ ഓർക്കൂ എന്നാണ്. പാസ്റ്റിലെ കാര്യം അല്ല, ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി ഓർക്കൂ എന്നാണ്. ആ കാര്യം കഴിഞ്ഞിട്ടില്ല. വെൻ യു ലീവ് റിമെമ്പർ ടു ക്ലോസ് ദ ഡോർ. നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ, വെൻ യു ലീവ് നിങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ, അല്ലെങ്കിൽ വെൻ യു ലീവ് നിങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ റിമെമ്പർ ടു ക്ലോസ് ദ ഡോർ, അതായത് ഡോറ് അടയ്ക്കാൻ ഓർക്കുക. ഡോറ് അടയ്ക്കാൻ ഓർക്കൂ എന്നാണ്. ഇനി അടുത്ത വേർബാണ് ഫോർഗെറ്റ്. ഫോർഗെറ്റ് എന്നാൽ മറക്കുക. ഇതും ഫോളോ ചെയ്തിട്ട് ജെറണ്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഐ വിൽ നെവർ ഫോർഗെറ്റ് ട്രാവലിംഗ് എബ്രോഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ വിൽ നെവർ ഫോർഗെറ്റ് ട്രാവലിംഗ്. അപ്പോൾ ട്രാവലിംഗ് എന്നത് ജെറണ്ടാണ്. ആദ്യമായിട്ട് ഞാൻ എബ്രോഡ് ട്രാവൽ ചെയ്ത കാര്യം ഐ വിൽ നെവർ ഫോർഗെറ്റ്, ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ്. ഫോർഗെറ്റ് കഴിഞ്ഞിട്ട് ജെറണ്ട് ഉപയോഗിച്ചു. ഡിഡ് യു ഫോർഗെറ്റ് മീറ്റിംഗ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം. ഡിഡ് യു ഫോർഗെറ്റ്, നീ മറന്നോ എന്ത്? ബെസ്റ്റ് ഫ്രണ്ടിനെ, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തത്. ഡിഡ് യു ഫോർഗെറ്റ് മീറ്റിംഗ്, അവിടെ ജെറണ്ടാണ് ഉപയോഗിച്ചത്. ഫോർഗെറ്റ് കഴിഞ്ഞിട്ട് ജെറണ്ട്. ഇനി ഫോർഗെറ്റ് കഴിഞ്ഞിട്ട് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഒരു കാര്യം ചെയ്യാൻ മറക്കല്ലേ എന്ന് പറയില്ലേ. ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക് യുവർ പാസ്പോർട്ട്. ഡോണ്ട് ഫോർഗെറ്റ് ടു ടേക്ക്, അവിടെ ഇൻഫിനിറ്റീവ് ആണ്. പാസ്പോർട്ട് എടുക്കാൻ മറക്കല്ലേ. ഇനി വേറൊരു വേർബാണ് റിഗ്രറ്റ്.
ഇത് കഴിഞ്ഞിട്ട് റിഗ്രറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. റിഗ്രറ്റ് എന്നാൽ പശ്ചാത്തപിക്കുക, അല്ലെങ്കിൽ ഒരു ഖേദിക്കുക. ഒരു കാര്യം ചെയ്തു പോയ ഒരു കാര്യത്തെ പറ്റിയല്ലേ നമുക്ക് അങ്ങനെ ഉണ്ടാവുക, അങ്ങനെ തോന്നുക. ഐ റിഗ്രറ്റ് ഈറ്റിംഗ് ടു മച്ച്. എനിക്ക് ഒരുപാട് കഴിച്ചതിൽ എനിക്കിപ്പോൾ വിഷമം തോന്നുന്നു, എനിക്കത് ചെയ്യേണ്ടായിരുന്നു, കാരണം ഇപ്പോൾ സ്റ്റൊമക്ക് അപ്സെറ്റായി, ആകെ പ്രശ്നമായി, അപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നുന്നു. ഐ റിഗ്രറ്റ് ഈറ്റിംഗ് ടു മച്ച്. അവിടെ ജെറണ്ടാണ് ഉപയോഗിച്ചത്. ഇനി റിഗ്രറ്റ് കഴിഞ്ഞിട്ട് ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. അത് പലപ്പോഴും ഒരു ബാഡ് ന്യൂസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. വി റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് യുവർ ഫ്ലൈറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു, അപ്പോൾ ഒരു ബാഡ് ന്യൂസാണ് പറയാൻ പോകുന്നത്. ഐ റിഗ്രറ്റ് ടു ഇൻഫോം യു, നിന്നെ അറിയിക്കാൻ എനിക്ക് വിഷമം തോന്നുന്നു എന്നർത്ഥത്തിലാണ്. ഐ റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് യുവർ ഫ്ലൈറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. നിങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന കാര്യം അറിയിക്കുന്നു. ആ സമയത്ത് നമുക്കൊരു റിഗ്രറ്റ് ആണ്. നമ്മളൊരു ബാഡ് ന്യൂസ് പറയുമ്പോൾ ആണ് അങ്ങനെ പറയുന്നത്. വി റിഗ്രറ്റ് ടു ഇൻഫോം യു ദാറ്റ് യുവർ ഫ്ലൈറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. റിഗ്രറ്റ് ടു ഇൻഫോം, അവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഒരു സെൻറ്റൻസിൽ രണ്ട് വേർബ്സ് ഒരുമിച്ച് വരുമ്പോൾ ആ സെക്കൻഡ് വെർബിൽ വരുത്തേണ്ട ചേഞ്ച്, ചിലപ്പോൾ അത് നമുക്ക് ജെറണ്ട് ഉപയോഗിക്കാം, ചിലപ്പോൾ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. പക്ഷേ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുമ്പോഴും ജെറണ്ട് ഉപയോഗിക്കുമ്പോഴും ഒക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. മീനിങ് ആകെ മാറുന്ന ചില കോണ്ടെക്സ്റ്റുകളുണ്ട്. അതല്ലെങ്കിൽ ഒരേപോലെ തന്നെ മീനിങ്ങിനൊരു വ്യത്യാസം ഇല്ലാതെ ഉപയോഗിക്കാം. ഇതൊക്കെ മനസ്സിലായില്ലേ?